ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് പരിചയമുള്ള ലോജിക് ഗേറ്റ്സ്? ആൻഡ്, ഓർ, നോട്ട് അല്ലേ, ബേസിക് ലോജിക് ഗേറ്റ്സ്. അപ്പം ആദ്യം തന്നെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. 0 and 1 ആർ കോൾഡ് ബൂളിയൻ വേരിയബിൾ. ബൂളിയൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 0നെയും 1നെയാണ് നമ്മൾ എന്തു പറയുക? ബൂളിയൻ വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ബൂളിയൻ വേരിയബിൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ബൂളിയൻ വേരിയബിൾസിൽ നമ്മൾ എന്ത് ഓപ്പറേഷൻസ് നടത്തുകയാണെങ്കിലും അതിനെയാണ് ബൂളിയൻ ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദിസ് വേരിയബിൾ അഥവാ ബൂളിയൻ വേരിയബിൾ കോൾഡ് ബൂളിയൻ ഓപ്പറേഷൻസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇനി ബൂളിയൻ ഓപ്പറേഷൻസ് നടത്താൻ കുറച്ച് ഓപ്പറേറ്റേഴ്സ് വേണ്ടി വരുമല്ലോ. ആ ഓപ്പറേറ്റേഴ്സിനെയാണ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓപ്പറേറ്റേഴ്സ് റിക്വയർഡ് ടു ദീസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ബൂളിയൻ ഓപ്പറേഷൻസ്. ഓക്കെ, കോൾഡ് ബൂളിയൻ ഓപ്പറേറ്റർ ഓർ ലോജിക്കൽ ഓപ്പറേറ്റർ. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതാണ് ഓർ, ആൻഡ്, നോട്ട്. ഓർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡിഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, മാറിപ്പോവരുത്. ആൻഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. നോട്ട് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ നെഗേഷൻ അഥവാ നേരെ ഓപ്പോസിറ്റ് അല്ലേ. 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 0. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ പെർഫോം ദീസ് ഓപ്പറേഷൻസ് ബൈ ഇലക്ട്രോണിക് സർക്യൂട്ട്. കമ്പ്യൂട്ടർ എപ്പോഴും ഈ ബൂളിയൻ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിനെ നമ്മൾ ലോജിക് സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ കമ്പ്യൂട്ടർ എപ്പോഴും ഓപ്പറേഷൻസ് നടത്തുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട് വെച്ചിട്ടാണ്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിനെ നമ്മൾ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയും. ഈ ലോജിക് സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് കോൾഡ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് ലോജിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള. അപ്പം ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ഓപ്പറേഷൻസും ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് വെച്ചിട്ടാണ് നടക്കുന്നത്, അഥവാ ഈ ബൂളിയൻ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ലോജിക് ഗേറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ലോജിക് ഗേറ്റ്സിന് ഞാനൊരു ഡെഫിനിഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ലോജിക് ഗേറ്റ്സ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് that can perform logic operations on one or more input and get one output. ഒരു ഫിസിക്കൽ ഡിവൈസാണ് ഈ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഫിസിക്കൽ ഡിവൈസാണ്. ഈ ഫിസിക്കൽ ഡിവൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോജിക്കൽ ഓപ്പറേഷൻസ് അഥവാ ബൂളിയൻ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഈ ബൂളിയൻ ഓപ്പറേഷൻസ് ചെയ്യുമ്പം അവർക്ക് ചിലപ്പം ഒരു ഇൻപുട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നിലധികം ഇൻപുട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, 1 or more ഇൻപുട്ടിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഒരു ഔട്ട്പുട്ടായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പോൾ ബൂളിയൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 0യും 1ഉം ആണ്. ബൂളിയൻ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ 0യുടെയും 1ൻ്റെയും മുകളിൽ നമ്മൾ എന്ത് ഓപ്പറേഷൻസ് നടത്തുകയാണെങ്കിലും ബൂളിയൻ ഓപ്പറേഷൻ എന്ന് പറയും. ഈ ബൂളിയൻ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഓപ്പറേറ്റേഴ്സിനെയാണ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അത് ഓർ, ആൻഡ്, നോട്ടാണ്. അപ്പോൾ ഈ ഓർ ഓപ്പറേഷനും ആൻഡ് ഓപ്പറേഷനും നോട്ട് ഓപ്പറേഷനൊക്കെ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ്, അഥവാ ലോജിക് ഗേറ്റ്സ് ആണ് ഈ ഒരു ഓപ്പറേഷൻസ് നടത്തുന്നത്. അഥവാ ഓറും, ആൻഡും, നോട്ടും ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിസിക്കൽ ഡിവൈസാണ് ലോജിക് ഗേറ്റ്. അതിലെപ്പോഴും 1 or more ഇൻപുട്ട് ഉണ്ടാകും. ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ ലോജിക് ഗേറ്റിലോട്ട് നമ്മൾ ഇൻപുട്ടുകൾ കൊടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്നൊരു ടേബിൾ രൂപത്തിൽ കാണിക്കുന്നതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, നമ്മൾ ഓരോ ഗേറ്റും പറയുന്ന സമയത്ത് ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ഗേറ്റ് നോക്കാം.
ഇവിടെ നോട്ട് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ലോജിക്കൽ നെഗേഷനാണ്. അഥവാ 0 ആണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ 1 ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക. 1 ആണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ 0 ആയിരിക്കും നിങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുക. മനസ്സിലായോ? അപ്പം ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? 1 ഓർ മോർ ഇൻപുട്ട്, ഓൺലി 1 ഔട്ട്പുട്ട്. അപ്പം ഇവിടെ എന്താണ്? ഒരു ഇൻപുട്ടാണ്. എ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് കൊടുത്തു, എ ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടി. നമ്മളെപ്പോഴും ഡാഷ് എന്തിനാണ് മീൻ ചെയ്യുന്നത്? ഇവിടെ എ ഡാഷ് എന്നോ എ ബാർ എന്നോ അഥവാ ഇങ്ങനെ 2 രൂപത്തിൽ നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാം ഈ ഒരു പൊസിഷനിൽ. കാരണം അത് മീൻ ചെയ്യുന്നത് നെഗേഷൻ എന്ന നേരെ ഓപ്പോസിറ്റ് ഇൻവേർട്ടർ എന്ന് പറയും. അഥവാ 1 ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ 0 ആയിരിക്കും ഇവിടെ. എക്ക് നിങ്ങൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എ ബാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും ഔട്ട്പുട്ട്. മനസ്സിലായോ? അഥവാ ഇവിടെ ഈ ട്രൂത്ത് ടേബിൾ നോക്കിക്കേ, ട്രൂത്ത് ടേബിളിലുണ്ട് 0 ആണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നത്, 1 ആണ് ഔട്ട്പുട്ട്. 1 ആണ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നത്, 0 ആണ് ഔട്ട്പുട്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ നോട്ട് ഗേറ്റിനെ ഇൻവേർട്ടർ എന്നും വിളിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതുകൊണ്ടാണ്. ഇനി ഓർ ഗേറ്റും ആൻഡ് ഗേറ്റുമാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.